അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ പല പല ചിന്തകളാണ്. അതെ, അവൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ അവൾക്ക് ജീവിക്കണമെന്നിപ്പോൾ തോന്നുന്നില്ല. കാരണം അത്രക്ക് സഹിച്ചു, ഇനിയും സഹിക്കാൻ കഴിയില്ലല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ അരികിൽ നിന്ന് ഞാൻ പോന്നത് മുതൽ എനിക്ക് കുറച്ച് ദിവസം കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ട് തുടങ്ങി പീഡനത്തിൻ്റെ പരമ്പര. ഇനി എനിക്ക് ഒരിക്കൽ പോലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ റബ്ബേ, പക്ഷേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണം. എനിക്ക് ഞാൻ പ്രസവത്തിൽ മരണപ്പെട്ടോട്ടെ അല്ല, പക്ഷേ എൻ്റെ പൊന്നുമോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അത് രക്ഷപ്പെടണം, നല്ല രീതിയിൽ ആകണം. ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞ് അനാഥനാവാൻ പാടില്ല. അവൾ ഓരോന്നാലോചിച്ച് കരയുകയാണ്. പെട്ടെന്ന് ഷമീർ അങ്ങോട്ട് വന്നു. സീനത്തെ, ഇതാ കുറച്ച് ഫ്രൂട്ട്സ് കഴുകി കട്ട് ചെയ്തതാണ്, ഇത് കഴിച്ചോളൂ. പിന്നെ വെള്ളം ധാരാളമായി കുടിക്കണം കേട്ടോ. എന്നാൽ അവൾ കരയുന്ന ആ ഒരു ദയനീയമായ കാഴ്ച അവൻ കണ്ടു. ഷമീർ ചോദിച്ചു, എന്തു പറ്റി സീനത്തെ, നീ എന്താ കരയുന്നത്? അത് ഷമീർക്ക, ഞാൻ പറ, നീ ഭക്ഷണം കഴിക്കട്ടോ. എന്ത് വിഷമം? ഡോക്ടർ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനെ നിങ്ങളെ വിഷമിക്കരുത് എന്നുള്ളത്. സ്നേഹത്തോടെ അവൻ്റെ വാക്കുകൾ. ഭക്ഷണം കഴിക്ക്, ഞാൻ വെള്ളം കൊണ്ടുതരട്ടെ? വേണ്ട, മതി. അതെ, ഇനി ആകെ 1.5-2 മാസം തികച്ചില്ല, ഇനി അധികമില്ല. ടെൻഷൻ ആവരുതേ. എന്തിനാ മോൾ ടെൻഷനാവുന്നത്? സ്നേഹത്തോടെ അവൻ്റെ ആ ഒരു ചോദ്യം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു. ഇനിയൊരിക്കലും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകാൻ എനിക്കാവില്ല. അതെ, അദ്ദേഹം പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സന്തോഷമേ ഉള്ളൂ. കാരണം ഷമീർക്ക, ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. എപ്പോഴും പ്രശ്നമാക്കും, ഓരോന്ന് പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ഒരുപാട് ഒഴുകിയിട്ടുണ്ട് എൻ്റെ പേരിൽ. ഞാൻ അത്രക്കും ഇടങ്ങാറാക്കി എല്ലാം കൊണ്ടും. അതെ, ഞാനിനി എന്നാൽ അതിനിടയ്ക്ക് എന്താ ചെയ്യാം, ഗർഭിണിയായി മാറി. പക്ഷേ ഷമീർക്ക, എനിക്കൊരു കാര്യം പറയണം. എന്ത് കാര്യം? എന്താ നീ എന്താ പറയുന്നത്? ഷമീർക്ക, ഞാൻ ഒരു പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നോക്കണം നിങ്ങൾ കേട്ടോ. പറ്റുമെങ്കിൽ എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കണം. ഒരിക്കലും രാജേഷിനെ വിട്ടുകൊടുക്കരുത്. അവൻ എൻ്റെ കുഞ്ഞിനെ ബിസിനസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്താ സിനത്ത്, നീ എന്തീ പറയുന്നത്? അയ്യേ, എന്തേ നീ പറയുന്നത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആകപ്പാട് മനുഷ്യൻ്റെ മൂട് കളഞ്ഞു. ഷമീർ അല്പം സങ്കടത്തോടെയും അല്പം ദേഷ്യത്തോടെയും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. എന്താ മോനെ എന്താ എനിക്ക്? ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഉമ്മ, നമ്മളൊരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങൾ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എന്തേ മോളെ, എന്താ മോൾക്ക് പറ്റിയത്? എന്താ കരഞ്ഞുകൊണ്ടിരിക്കണേ? ആ ഉമ്മയും സ്നേഹത്തോടു കൂടി അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ, ഒന്നുമില്ലമ്മ. അല്ലേ, അഥവാ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാലേ കുഞ്ഞിനൊരിക്കലും രാജേഷിന് കിട്ടുന്ന രീതിയിൽ കൊടുക്കരുത്. അതെൻ്റെ ഷെഫി ഉസ്താദിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് പറയാനായിരുന്നു. മോളെ, അതിനെന്താ, ഇൻഷാ അല്ലാ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് പാലുകുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഉമ്മ, ഒരു പക്ഷേ ഞാൻ പ്രസവത്തിൽ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ ഉമ്മ, ഞാൻ മരിച്ചോട്ടെ, ഇനിയിപ്പോൾ എന്തിനു ഞാൻ ഇവിടെ ജീവിക്കണേ? മോളെ, നീ എന്തായി പറയുന്നത്? അതെ ഉമ്മ, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ എൻ്റെ ഭർത്താവിനെ. അതെ, അദ്ദേഹത്തിൻ്റെ കണ്ണീരോടുകൂടിയുള്ളൊരു പ്രാർത്ഥന എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ പാപങ്ങൾ പൊറുക്കുള്ളൂ. എനിക്ക് മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, നിനക്ക് പഠിച്ചോ അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ, ആ ഉസ്താദിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ ഇത്?
മോളെ നല്ല രീതിയിൽ പ്രസവിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഇൻഷാ അള്ളാഹിനനുസരിച്ചൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അതുവരെ ഞങ്ങളുണ്ട് താങ്ങായിട്ടും തണലായിട്ടും നിനക്ക്. എന്നാൽ ഈ സമയം അതാ ഷമീറിൻ്റെ വീട് അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും വരുന്നുണ്ട്. എന്നാൽ ഷമീർ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് അതൊരു മടുപ്പ് തോന്നും. അതെ, ഇത് വളരെ ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ആകെ 2 മുറികളാണുള്ളത്. അതെ, ഞാൻ എൻ്റെ റൂം അവൾക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്തതാണ്. ഞാൻ അവിടെയുള്ള ആ ഒരു നടുവഴിയിലാണ് കിടക്കാറുള്ളത്. എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അതിനടിയിൽ നല്ല കട്ടിയുള്ള ചാക്ക് വിരിച്ച് അത് മൺകൊണ്ട് മാത്രം ഉരച്ചുണ്ടാക്കിയ നിലം, അതെ മണ്ണാണ് ശരിക്കും കലക്കി ഒഴിച്ചിരിക്കുന്നത്. ചുമരുകളാണെങ്കിൽ ഓലകൾ കൊണ്ടും ഷീറ്റുകൾ കൊണ്ടൊക്കെ മറച്ച രീതിയിൽ ശരിക്കും ഒരു പഴഞ്ചൻ വീട്. അടുപ്പ് നിലത്തിരുന്നു കൊണ്ട്, പിന്നെ അപ്പുറത്തായിട്ട് ആടിൻകൂട്ടുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളത്. എന്നാൽ അതിലൊരുപാട് പൂച്ചക്കുട്ടികളും അതും വേറെ വേറെ. വീടിൻ്റെ മുമ്പിൽ അതാ കുടംപുളി ഉണക്കാനിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കൗതുകമേറിയ കാഴ്ചകളും കാര്യങ്ങളുമാണ്. ശരിക്കും ഷമീറിനെ അവർ അത് കാണുന്നതിൽ ഇനി അവരെന്ത് വിചാരിക്കോ എന്ന് വരെ കരുതിപ്പോയി. കാരണം ഞങ്ങളെ മകളെ നോക്കുന്നത് ഇത്രയധികം ചെറിയ കൊച്ചു വീട്ടിലാണോ എന്നുള്ള കാര്യം. പക്ഷേ വീട് ചെറുതാണെങ്കിലും ഷമീർ, അതെ അവന് അവൻ്റെ കൈകരുത്ത് കൊണ്ട് എല്ലാം അവൻ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വീടിൻ്റെ പണി മാത്രം കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ഷമീറിനിഷ്ടം ആ ഒരു പഴയ വീടും പഴയ ഓർമ്മകളും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മയോട് പറഞ്ഞതായിരുന്നു അത്. എന്നാൽ അതാ സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും അവരുടെ സ്ഥിരം ആ ഒരു ബസ് സ്റ്റോപ്പിൽ അതാ അവർ എത്തിയിട്ടുണ്ട്. ഷമീറിനെ അവർ അവിടെ കണ്ടു. ഷമീർ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു. പാടവരമ്പത്തുകൂടെ അവർ നടക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് വളരെയധികം മനോഹരമായ കാഴ്ചയായിരുന്നു ഷമീർ സമ്മാനിച്ചിരുന്നത്. അത് 2 ഭാഗത്തുമായിട്ടുള്ള നെൽക്കതിറുകൾ, പാടത്തിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള കൃഷിയിടങ്ങൾക്കിടയിലൂടെ ആ കൊച്ചു കുടിലിലേക്ക് അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ശരിക്കും ആശ്ചര്യമെന്നോരം അവർ നോക്കി. അതാ ആ ഒരു വയലിൻ്റെ നടുവിൽ ഒരു കൊച്ചു കുടില്, കാണാൻ തന്നെ പ്രത്യേകമായിട്ടൊരു ഭംഗി. ശരിക്കും ചിത്രത്തിൽ കാണുന്ന ഒരു ഫീലാണ് അവർക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ സീനത്തിൻ്റെ ആങ്ങള അത് ശരിക്കും നോക്കിക്കണ്ടു. മാഷാ അല്ലാ, എന്ത് ഭംഗി അത് കാണാൻ. അവർ അതാ 3 പേരും വരുന്നു. എന്നാൽ ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സീനത്ത് അകത്തായിരുന്നു. സീനത്ത് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. തൽക്കാലം സീനത്തിനോട് ഈ കാര്യം പറയേണ്ടെന്നും വിചാരിച്ചു. അസ്സലാമു അലൈക്കും. അതെ, ഉമ്മ സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വരി, കയറി ഇരിക്കി. ആ ഒരു കൊച്ചുകുടിയിലേക്ക് അവർ കയറിയിരുന്നപ്പോൾ എന്തെന്നറിയില്ല, മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സന്തോഷവും സമാധാനവും. മോളെ, സീനത്തിനെ സർപ്രൈസായിട്ട് വിളിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. മോളെ. ആ ഉമ്മ. മോളെ ഒന്നിവിടെ വന്നേ. ആ ഇത് വരുന്നു. അവൾ നിസ്കരിച്ച് പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്യായിരുന്നു. അവളുടെ മനസ്സിലെ ആഗ്രഹം, അല്ലാ ഇനിയൊരിക്കലും ഞാൻ ദുനിയാവിലേക്ക് എന്നെ നീ കൊണ്ടുവരണ്ട അല്ലാ. കാരണം എല്ലാവരിലും ഞാൻ വെറുക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ, എനിക്ക് നീ ഹൈറായ മരണം നൽകണേ അല്ലാ. അവൾ മരണത്തെ വളരെയധികം ആഗ്രഹിച്ചു പോയിരുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രതിഫലം അതുതന്നെയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ നിസ്കാരപ്പായ മടക്കി വെച്ച് അതാ ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരെയുള്ള അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതാ തൻ്റെ ഇക്കാക്ക. മോളെ സീനത്തെ. അതെ, നിറവേറുമായി നിൽക്കുന്ന അവളെ അവൻ കണ്ടു. ഇക്കാക്ക. അവൾ വിതുമ്പി കരഞ്ഞു. കരയണ്ട, നോക്ക് ഇങ്ങോട്ട്. അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും അതാ അവൻ്റെ പിന്നാലെ അങ്ങോട്ട് വന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കുടുംബം തന്നെ കാണുവാനായി അങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലായപ്പോൾ അവൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ. ആ ഉമ്മയുടെ നെഞ്ചിലേക്ക് വീണു, ആ ഉപ്പയുടെയും. മോളെ, ഉമ്മ, ഉപ്പ എന്നോട് പൊറുക്കണം. ഉപ്പ, ഉമ്മ പൊറുക്കണം. ഇക്കാക്ക പൊറുക്കണം.
നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ ഞാൻ ഇറങ്ങി വന്നത്. ഉമ്മ പൊറുക്കണം, ഉമ്മ തെറ്റ് പറ്റിപ്പോയി. മോളെ സാരല്ല. എന്നാൽ ആ പിതാവും പറഞ്ഞു, മോളെ കരയണ്ട, സാരല്ല. ഉപ്പ ഉമ്മ എന്നോട് പുറത്ത് തരണം കേട്ടോ, ഞാനറിയാതെ എനിക്ക് ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ്. എന്നാലും മോളെ, അതെ നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, അത് തന്നെ വലിയ ഹൈറ്, മാഷാ അല്ലാ. സ്നേഹത്തോടെ അവർ പൊന്നുമോളെ ചേർത്ത് പിടിച്ചു. നെറുകയിൽ 1000 ചുംബനങ്ങൾ അർപ്പിച്ചപ്പോൾ ശരിക്കും ഷമീറിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതെ, അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞു തുളുമ്പി. പഠിച്ചോനെ, ഈ ഒരു സംഗമം അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ട പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. എന്നാൽ അതെ, അവളുടെ നിറവയറ് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷമാണ്. അല്ലാ, ഞങ്ങൾക്കൊരു പേരക്കുട്ടി ഉണ്ടാകേ, മാഷാ അല്ലാ. പഠിച്ചോനെ, അല്ലാഹുവേ, ഒരു പേരക്കുട്ടി ഞങ്ങൾക്കില്ലേ. മോളെ, നമുക്ക് വാ ഡോക്ടർക്ക് കാണിക്കാം. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, മക്കളെ ഡോക്ടറൊക്കെ കാണിച്ചതാണ്, കാണിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അല്ലാ, മാഷാ അല്ലാ. അതെ, മോൻക്ക് അതൊക്കെ നല്ല കറക്റ്റ് നല്ല ചിട്ടയിൽ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ കാണിച്ച് ഇന്നലെ വന്നു. ഉമ്മ അപ്പോഴേക്കും അവർക്ക് നല്ല ചായ ഉണ്ടാക്കി. നല്ല തണുപ്പത്ത് ആ ഉമ്മ ഉണ്ടാക്കിയ ചായക്ക് പ്രത്യേകമായൊരു ടേസ്റ്റ് തോന്നി. മാഷാ അല്ലാ, എന്ത് ടേസ്റ്റാണ് ഉമ്മ, ഇതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയത്? അതെ, നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ചായപ്പൊടി തിളക്കണം. അതിൽ ഏലക്കായും 2 പട്ടേൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. നന്നായിട്ട് തിളക്കണം. അത് തിളച്ച് അതിൽ നിന്ന് എടുക്കുമ്പോൾ ആ ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ മൺകുടുക്കിയിലാണ് കേട്ടോ ചായ വെക്കുന്നത്, അതുകൊണ്ടാണോ ഇത്രയധികം ടേസ്റ്റ്. നല്ല കണലിൻ്റെ മേലെ മൺകുടുക്ക ഇങ്ങനെ വെക്കുകയാണ്. അതിലേക്ക് പാലൊഴിക്കുക വെള്ളമൊഴിക്കുക ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് പതിഞ്ഞു വരും. അങ്ങനെ കുറച്ച് ടൈം നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവും. രസമുണ്ടോ? നല്ല രസമുണ്ട് ഉമ്മ, സത്യമായിട്ടും. അത് അവർക്ക് ആ ഫാമിലിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മോളുടെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞ് എന്തായാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, സന്തോഷത്തോടു കൂടി ഒരു ജീവിതം അവൾക്ക് ഉണ്ടായല്ലോ, അത് മതി. ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചതിനനുസരിച്ച് എന്നാൽ ഞങ്ങൾ അവളെ കൊണ്ടുപോയട്ടെ. പെട്ടെന്ന് ആ ഉമ്മയുടെ മനസ്സിൽ, അതോ, അത് മോനോട് ചോദിക്കാം. ഞങ്ങൾ കൊണ്ടുപോകട്ടെ മോനെ, ഞങ്ങളുടെ കുട്ടിയെ. ഒരു നിമിഷം ഷമീറിന് വല്ലാത്തൊരു സങ്കടമായി. അത് ഇൻഷാ അല്ലാ കുറച്ച് ദിവസം കൊണ്ട് കഴിയട്ടെ, ഇപ്പം തന്നെ അവിടെ നിന്ന് ചടച്ച് ആകപ്പാടെ കേട്ടോ. ഒറ്റക്കാകുമ്പോഴേ അല്ല, ഒന്നുമല്ല, അവൾക്ക് ഏറ്റവും സേഫ്റ്റി ഇപ്പോൾ ഇവിടെയാണ്, അതല്ലേ നല്ലത്. ഇൻഷാ അല്ലാ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കതിനനുസരിച്ച്. മോനെ, നീ എന്തൊക്കെ പറയുന്നത്? അതെ ഉമ്മ, സത്യമായിട്ടും അതായിരിക്കും സേഫ്റ്റി. അല്ല എങ്കിൽ ഒരു പക്ഷേ അവളെ തിരഞ്ഞ് അവൻ അങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങളൊന്നും എപ്പോഴും വീട്ടിലുണ്ടാകണമെന്നില്ലല്ലോ, ഒന്നിനും മടിക്കില്ല, കൊന്നുകളയും. ആ ടീമാണത്. രാജേഷിനെ കുറിച്ച് അവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അവർക്കും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പഠിച്ചവനെ, എന്താ ഞാൻ ചെയ്യുക? എന്നാൽ ഷമീർ പറഞ്ഞ ആ ഒരു വാക്ക്, അത് സീനത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ തൽക്കാലം, ഇൻഷാ അല്ലാ അതിനനുസരിച്ച് ചെയ്യാം. ആ ഒരു അവൻ്റെ വാക്കിൽ എന്തോ കഴമ്പുണ്ടെന്ന് അവർക്കും തോന്നിത്തുടങ്ങി. എന്തൊക്കെ തന്നെയാലും പൊന്നുമകളെ കണ്ട സന്തോഷത്തിലാണ് ആ ഉമ്മയും ഉപ്പയും. എങ്കിൽ ഷെഫി ഉസ്താദിൻ്റെ ആ കുഞ്ഞിനെയും ഗർഭം ചുമന്നുകൊണ്ട് അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും ഇക്കാക്കയെയും ദയനീയമായി നോക്കി. ഒരിക്കൽ കൂടി അവൾ പറഞ്ഞു, ഉമ്മ, ഉപ്പ, ഇക്കാക്ക, എന്നോട് പൊറുക്കണം. സാരല്ല മോളെ, ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും മോൾ അതുപോലുള്ള തെറ്റുകളിൽ വീഴാതിരിക്കുക കേട്ടോ. ജീവിക്കാൻ എവിടെയായാലും നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഞങ്ങളുടെ കൂടെ മോൾക്ക് പോരാ. ഞങ്ങൾ മോളെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മോള് പോര്, ഇനിയിപ്പോൾ അവിടെ നിൽക്കാം, അതല്ലേ നല്ലത്. ഉമ്മ, ഉപ്പ, അത് അവളുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു. എന്നാൽ അവളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഉമ്മയും ഉപ്പയും തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ഒരു പക്ഷെ അപകടമായിരിക്കും എന്ന് കരുതിയിട്ട്. എന്നാൽ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ നിന്നു. എന്നാൽ അവളെ കൊണ്ടുപോവുകയാണെന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഷമീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. അതെ, അവളെ പോറ്റി വളർത്തി അവളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞിനെൻ്റെ കൈകൊണ്ട് വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നല്ല. പക്ഷേ അവൾ പോവാണോ? വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ.
നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പോയി. പക്ഷേ അത് ഷമീർ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. അത് സീനത്ത് പോവാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസം തോന്നി തുടങ്ങാണ്. പഠിച്ചോനെ, പക്ഷെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനല്ലെങ്കിലും ആരാ? ഓള ആരുമല്ലല്ലോ. ഞാൻ ഓള ആരുമല്ല. അതെ, അവളുടെ കരച്ചിൽ കേട്ട് ഞാൻ അവളെ രക്ഷിച്ചു. പക്ഷേ ഞാൻ ഓള ആങ്ങളല്ല, അവളുടെ ഭർത്താവല്ല, അവളുടെ കാമുകനല്ല, ആരുമല്ല. അതെ, ഒരു നിമിഷത്തെ ആ ഒരു സന്തോഷം, അത് ഒരാളെ രക്ഷിച്ചപ്പോൾ മനസ്സിനൊരു സുഖം കിട്ടി. പക്ഷേ ഇത്ര പെട്ടെന്ന് ഓള് നമ്മളെ വിട്ടു പോകുമെന്ന് വിചാരിച്ചില്ല. സീനത്ത് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണോ? അറിയുന്നില്ല. ശരിക്കും അവനങ്ങോട്ട് പോകുവാൻ തോന്നിയില്ല. കാരണം വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആരുമല്ല. എന്നാൽ ഈ സമയത്ത് അതാ സീനത്തിൻ്റെ അരികിലേക്ക് അവനെത്തി. സീനത്തെ, എന്താ പോകുകയാണോ? ഞങ്ങളൊക്കെ ഒഴിവാക്കി പോവുകയാണോ ഈ? അത് കേട്ടപ്പോൾ സീനത്തിൻ്റെ മനസ്സും വല്ലാതെങ്ങ് വേദനിച്ചു. സീനത്ത് അവളുടെ മാതാപിതാക്കളുടെ കൂടെ പോകുമോ അതോ അവിടെ നിൽക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാളെ നമുക്ക് ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറയുടെയും ഉസ്താദിൻ്റെയും കഥ അതും കുറച്ച് പറയാം കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ ചോദിച്ച കഥ ആയതുകൊണ്ട്. അങ്ങനെ അതാ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ, മോനെ, മക്കൾ കുട്ടി ഉണ്ടെങ്കിലും വേണ്ടിയില്ല, ഇനി ഓളെ ഭർത്താവ് മരിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വേർപിരിഞ്ഞതാണെങ്കിലോ മോനെ അവളെ സ്വീകരിക്കണം. എന്തെന്നറിയില്ല, ആ കുട്ടിയുടെ കണ്ണുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് പിടിച്ചു കുലുക്കി. പൊന്നു മോനെ, ഉമ്മൻ്റെ കുട്ടി അത് ചെയ്യണം. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ഒരു വാക്കുകൾ, അതെ, അവൾ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് റബ്ബേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതൊക്കെ ഉസ്താദ് വിചാരിക്കുന്നു. എന്താ മോനെ നീ ആലോചിച്ച് നിൽക്കുന്നത്? ഉമ്മ, അത് ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ മോനെ, അള്ളാഹു നൽകുന്നതല്ല മക്കളെ. മക്കളെ എനിക്ക് ഇഷ്ടമാണ്, മക്കളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. പൊന്നുമോൻ ചെല്ല്, ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിച്ചു. അന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നൂറയുടെ അരികിലേക്കെത്തി കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെ നൂറ, ഉമ്മക്ക് നിന്നെ നല്ലോണം പറ്റിക്കണ്. ഉമ്മ നിന്നെ തന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് മറ്റുള്ളവർ ആരുടെയും ഭാര്യയാണെങ്കിലോ? അതിനെന്താ, ചോദിച്ചു നോക്കണം. അവൾ മറ്റൊരു വിവാഹം, ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിലും ശരി, എനിക്ക് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പൊന്നു മോനെ, അത് ചോദിച്ചു നോക്കണം. ഞാൻ അമ്മാവനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ കേട്ടോ. അതെ, ഉമ്മ വളരെയധികം സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. നൂറ, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യവാനാണല്ലേ. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നൂറ ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് വീണു. അത് ഉസ്താദ് അവൾ തലോളി തഴുകിക്കൊണ്ടിരുന്നു. അള്ളാഹുവിനോട് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അതെ, അള്ളാഹുവിലേക്ക് അടുക്കണം, ഒരുപാട് അടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ നിന്നിൽ ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ്, അത് ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിടണം ആ കുഞ്ഞിനെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇക്ക, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യണം നിങ്ങളുടെ സാന്നിധ്യത്തിൽ. എന്തായാലും സന്തോഷമായില്ലേ, നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടാണ് അതെ എൻ്റെ വിവാഹം അവിടെ വീട്ടിൽ നടക്കുന്നത്. അത് കണ്ട് നൂർജഹാൻ പുഞ്ചിരിച്ചു. പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാലേ. ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഉമ്മയുടെ കൂടെ ജീവിക്കാനിക്ക. എത്ര പെട്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചതല്ലേ. അതെ, അങ്ങനെ അതാ ഉസ്താദും നൂറുവും അവിടെ അവരുടെ സ്നേഹ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമ്മയുടെ മുമ്പിലേക്ക് ആ കുഞ്ഞുമായി പോകുമ്പോൾ എന്തായിരിക്കും ആ ഉമ്മയുടെ മനസ്സിലുള്ള സന്തോഷം, നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലരും എന്നോട് ചോദിച്ചിട്ടോ ഒരു കാര്യം. എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ എൻ്റെ വലിയ മോളെ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായൊരു പ്രശ്നമൊക്കെ, അത് ഒരുപാട് പെട്ടെന്ന് എഫക്റ്റ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞാൽ, അത്
എത്ര മെഡിസിൻസ് വിലപിടിപ്പുള്ള മെഡിസിൻസ് കഴിച്ചിട്ടും ഒരു കുറവുമില്ല. പക്ഷേ ഇത് ഒരു 2-3 നേരം ആളുകൾ പുരട്ടി കഴിഞ്ഞപ്പോഴത്തേന് മാഷാ അല്ലാ ആ മുറിവൊക്കെ എങ്ങോട്ട് പോയത് അറിഞ്ഞില്ല. ഓരോരുത്തരുടെ വാക്കും വിശ്വാസവും അതെല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചു അസുഖം, പല അസുഖമുള്ളവരുണ്ട്, അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും തരുമോ, അവിടെ ഏത് സ്ഥലമെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം വിഷമകരമായൊരു മറുപടിയാണ് പറയാനുള്ളത്. അതായത് അദ്ദേഹം ആ മഹാന് അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി ഞാൻ പറയണോ? നമ്മുടെ സ്റ്റോറിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് അതിനൊരു ആകാംക്ഷ നഷ്ടപ്പെടും. ഇൻഷാ അല്ലാ നമുക്ക് ഞാൻ നാളത്തെ കഥയിൽ പറയാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ പള്ളിക്കാട്ടിലെ രാജകുമാരി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കഥ തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റുന്നോൽ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ ഒരു ഗർഭസമയത്ത് മരണപ്പെട്ട ഒരു പെണ്ണിൻ്റെ കൂടി കഥയാണത്. ഗർഭസമയത്ത് മരിക്കുമ്പോൾ ഷഹീദിൻ്റെ കൂലിയാന്നൊക്കെ അല്ലേ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ പെണ്ണ് മരണപ്പെട്ടു. അതിനുശേഷം ആ പെണ്ണിൻ്റെ ഭർത്താവ് ആ ഒരു മീസാങ്കല്ലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞ് 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 ഏങ്ങലടിച്ച് വിതുമ്പി കരയുന്ന കാഴ്ച ആ ഒരു പള്ളിയിലെ ഒരാൾ, ഒരു മുക്രി കാണുകയാണ്. അതാണ് നമ്മുടെ കഥ കേട്ടോ, പള്ളിക്കാട്ടിലെ രാജകുമാരി. ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവിട്ടെങ്കിൽ കാണുക, അല്ലാത്തൊരു ഒഴിവില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.